എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ലോക ചിഹ്നഗ്രഹ ദിനം ഈ വരുന്ന ജൂൺ 30 അതിന്റെ 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ദിവസം വെർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റ് എന്ന സംഘം ഒരു തത്സമയ പരിപാടി നടത്തുന്നുണ്ട്. ഇത് എല്ലാവർക്കും സൗജന്യമായി കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ സമയമനുസരിച്ച് രാത്രി വൈകിയാവും ഇത് കാണാൻ കഴിയുക. ഈ പരിപാടിയിൽ ഭൂമിയുടെ അടുത്തുകൂടി പോകുന്ന ചിഹ്നഗ്രഹങ്ങളെ അപ്പപ്പോൾ തന്നെ കാണാൻ സാധിക്കും. കൂടാതെ വിദഗ്ധർ അവയെക്കുറിച്ച് സംസാരിക്കും. അവ എന്തുതരം വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നും അവയുടെ സഞ്ചാരപാതയെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്നും അവർ വിശദീകരിക്കും. ഭൂമിയെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ആളുകളെ അറിയിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ ഇതുപോലെ 30,000-ലധികം ചിഹ്നഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അടുത്ത 100 വർഷത്തേക്ക് വലിയ അപകടമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. കുറച്ചുകാലം മുൻപ് നാസയുടെ ഡാർട്ട് എന്നൊരു ദൗത്യമുണ്ടായിരുന്നു. ഒരു ചിഹ്നഗ്രഹത്തെ ഇടിച്ചു അതിന്റെ വഴി മാറ്റിവിടാൻ കഴിയുമെന്ന് അവർ തെളിയിച്ചു. ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹീര എന്ന പേടകം അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ മാറ്റങ്ങൾ പഠിക്കാനാണ് ആ യാത്ര. ഒരു രസകരമായ കാര്യമെന്തെന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ദിനോസറുകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് ഒരു വലിയ ചിഹ്നഗ്രഹം വന്നിടിച്ചതുകൊണ്ടാണ്. ചായ ഡിസ്കവറി എന്നൊരു പുതിയ കമ്പനി ചായ 2 എന്നൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അസുഖങ്ങൾ മാറ്റാനുള്ള ആന്റിബോഡികൾ 0-ൽ നിന്നുണ്ടാക്കാൻ ഇതിന് കഴിയും. നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ ചെറുക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ഈ AI സംവിധാനം ഉണ്ടാക്കുന്ന ആന്റിബോഡികളുടെ വിജയസാധ്യത 19%. ഇത് വളരെ വലിയൊരു കാര്യമാണ്, കാരണം പഴയ രീതിയിൽ ഇത് 1% താഴെയായിരുന്നു. ഏകദേശം 50ഓളം രോഗങ്ങളെ ലക്ഷ്യം വെച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ പകുതിയോളം എണ്ണത്തിലും ഈ AI വളരെ വേഗത്തിൽ ഫലപ്രദമായ ആന്റിബോഡികളെ കണ്ടെത്തി. ഇങ്ങനെയുണ്ടാക്കുന്ന ചില ആന്റിബോഡികൾ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും മരുന്നായി ഉപയോഗിക്കാൻ എളുപ്പമുള്ളവയുമാണ്. കമ്പ്യൂട്ടറിൽ രൂപകൽപ്പന ചെയ്ത് ലാബിൽ പരീക്ഷിച്ചുറപ്പിക്കാൻ 2 ആഴ്ചയിൽ താഴെ സമയം മതി. മുൻപ് $50 ലക്ഷം ചെലവായ ഒരു പ്രോജക്റ്റ് ഈ AI വെറും മണിക്കൂറുകൾക്കുള്ളിൽ ചെയ്തു തീർത്തു. ഇത് മരുന്ന് ഗവേഷണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് കരുതുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI മനുഷ്യരെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. മൈക്രോസോഫ്റ്റ് കമ്പനി ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പുതിയ AI വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. അവർ MADXO എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം പരീക്ഷിച്ചിട്ടുണ്ട്. സങ്കീർണമായ രോഗങ്ങൾ കണ്ടെത്താൻ ഡോക്ടർമാരേക്കാൾ മിടുക്കനാണ് ഈ AI എന്നാണ് അവർ പറയുന്നത്. ബുദ്ധിമുട്ടുള്ള കേസുകളിൽ 80% വരെ കൃത്യതയോടെ ഈ AI രോഗം കണ്ടെത്തി. അതേസമയം മറ്റു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് ഇത് 20% മാത്രമായിരുന്നു. ഇത് ആരോഗ്യരംഗത്ത് വലിയൊരു മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, ഇത്തരം AI സംവിധാനങ്ങൾ ഡോക്ടർമാർക്ക് പകരക്കാരല്ല, മറിച്ച് അവരെ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. ഇത് രോഗനിർണയം കൂടുതൽ വേഗത്തിലും കൃത്യതയിലും നടത്താൻ സഹായിക്കും. ഗൂഗിൾ ഒരു പുതിയതരം ഊർജ്ജം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഫ്യൂഷൻ സിസ്റ്റംസ് എന്ന കമ്പനി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഫ്യൂഷൻ റിയാക്ടറിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. ഫ്യൂഷൻ ഊർജ്ജത്തിനുവേണ്ടി ഒരു കമ്പനി ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ വൈദ്യുതി വാങ്ങൽ കരാറാണിത്. 2030കളുടെ തുടക്കത്തിൽ ഈ പ്ലാന്റിൽ നിന്ന് കാർബൺ പുറത്തുവിടാത്ത ശുദ്ധമായ വൈദ്യുതി ഗൂഗിളിന് ലഭിച്ചു തുടങ്ങും. 400 മെഗാവാട്ട് ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഈ പ്ലാന്റിന്റെ പകുതിയോളം, അതായത് 200 മെഗാവാട്ട് വൈദ്യുതിയാണ് ഗൂഗിൾ വാങ്ങുന്നത്. എന്താണ് ഫ്യൂഷൻ ഊർജ്ജമെന്നറിയാമോ? സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജമുണ്ടാകുന്നത് ഈ രീതിയിലാണ്. 2 ചെറിയ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ ആറ്റമുണ്ടാകുമ്പോൾ വലിയ അളവിൽ ഊർജ്ജം പുറത്തുവരും. ഇത് വളരെ സുരക്ഷിതവും പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തതുമായ ഒരു ഊർജ്ജമാർഗമാണ്. ഏകാന്തത ഇന്ന് ലോകം നേരിടുന്ന ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ ഒരു പുതിയ കമ്മീഷനെ നിയമിച്ചു. അവരുടെ ആദ്യ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ 6-ൽ ഒരാൾക്ക് സ്ഥിരമായി ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഈ അവസ്ഥ കാരണം ഓരോ വർഷവും ഏകദേശം 8,70,000 ആളുകൾ മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏകാന്തത ഹൃദ്രോഗം, പ്രമേഹം, ഓർമ്മക്കുറവ്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇത് വ്യക്തികളെ മാത്രമല്ല, സമൂഹത്തെയും സാമ്പത്തികമായി ബാധിക്കുന്നുണ്ട്. ഏകാന്തത അനുഭവിക്കുന്ന കൗമാരക്കാർക്ക് പഠനത്തിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. മുതിർന്നവർക്ക് ജോലി കണ്ടെത്താനും അത് നിലനിർത്താനും പ്രയാസം നേരിടുന്നു. ഒരു ചെറിയ അറിവ് പങ്കുവെക്കാം. നിങ്ങൾക്ക് ഏകാന്തത തോന്നുമ്പോൾ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുന്നതും പുതിയ ഹോബികൾ കണ്ടെത്തുന്നതും വളരെ സഹായകമാകും. നടിയും മോഡലുമായ ഷെഫാലി ജെരിവാലയുടെ മുംബൈയിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് ചില മരുന്നുകൾ കണ്ടെടുത്തു. ചർമ്മത്തിന് തിളക്കം കൂട്ടാനും പ്രായം കുറക്കാനും സഹായിക്കുന്ന ഗുളികകളും ഗ്ലൂഡാത്തയോൺ എന്ന ആന്റിഓക്സിഡന്റിന്റെ കുപ്പികളുമായിരുന്നു അവ. 2002-ലെ കാന്താ ലഗ എന്ന പാട്ടിലൂടെ പ്രശസ്തയായ 42-കാരിയായ ഷെഫാലിയെ ജൂൺ 27-ന് വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം മരുന്നുകളും സപ്ലിമെന്റുകളും കഴിക്കുന്നത് വളരെ അപകടകരമാണ്. IBM എന്ന കമ്പനി ക്വാണ്ടം കമ്പ്യൂട്ടറുകളിലെ ഒരു പ്രധാന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയതായി അറിയിച്ചു. തെറ്റുകൾ തിരുത്താനുള്ള ഒരു പുതിയ സാങ്കേതികവിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഇതോടെ സ്ഥിരതയുള്ളതും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതുമായ വലിയ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കമ്പനി പറയുന്നു.
ഈ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം മൈക്രോസോഫ്റ്റും സമാനമായ ഒരു കണ്ടെത്തൽ നടത്തി. അവരുടെ പുതിയ രീതി ഉപയോഗിച്ച് വളരെ കുറഞ്ഞ ഘടകങ്ങൾ കൊണ്ട് തെറ്റുകൾ 1000 മടങ്ങ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സാധാരണ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ 0 അല്ലെങ്കിൽ 1 എന്ന രൂപത്തിലാണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ഒരേ സമയം 0ഉം 1ഉം ആകാൻ കഴിയും. അതുകൊണ്ടാണ് അവയ്ക്ക് അതിവേഗത്തിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്താൻ സാധിക്കുന്നത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ എന്ന കമ്പനി 6 യാത്രക്കാരെ ബഹിരാകാശത്തിന്റെ അരികിൽ എത്തിച്ചു തിരിച്ചുകൊണ്ടുവന്നു. ഇത് അവരുടെ 13ാമത്തെ ആളുകളുമായിട്ടുള്ള യാത്രയായിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇത് 3ാമത്തെ യാത്രയാണ്. ഇത് കാണിക്കുന്നത് അവരുടെ ബഹിരാകാശ ടൂറിസം ബിസിനസ് എത്ര വേഗത്തിലാണ് വളരുന്നതെന്നാണ്. ടെക്സസിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് രാവിലെ 9:30യോടെയാണ് റോക്കറ്റ് പറന്നുയർന്നത്. ഏകദേശം 105 കിലോമീറ്റർ ഉയരത്തിലെത്തിയ ശേഷം 10 മിനിറ്റിനുള്ളിൽ റോക്കറ്റും അതിലെ യാത്രാപേടകവും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചിറങ്ങി. കാറ്റുമൂലം ഈ യാത്ര 8 ദിവസം വൈകിയിരുന്നു. ബഹിരാകാശ യാത്രകൾ 2 തരമുണ്ട്. ഒന്ന്, ഇതുപോലെ ബഹിരാകാശത്തിന്റെ അരികിൽ പോയി തിരിച്ചുവരുന്നത്. ഇതിനെ സബ് ഓർബിറ്റൽ ഫ്ലൈറ്റ് എന്ന് പറയും. രണ്ടാമത്തേത് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നതാണ്. അതിനെ ഓർബിറ്റൽ ഫ്ലൈറ്റ് എന്നും പറയും. പുതിയൊരു പഠനം പറയുന്നത് 9000 വർഷങ്ങൾക്ക് മുൻപ് തുർക്കിയിൽ സ്ത്രീകൾ ഭരിച്ചിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നെന്നാണ്. ഇന്നത്തെ തുർക്കിയിലെ കോണ്യ എന്ന സ്ഥലത്തിനടുത്തുള്ള ചാഡൽഹോയുക്ക് എന്ന പുരാതന നഗരത്തിലായിരുന്നു ഇത്. അവിടെ നടത്തിയ ഗവേഷണത്തിൽ വീടുകൾ നയിച്ചിരുന്നത് സ്ത്രീകളാണെന്നും മരിച്ചവരെ അടക്കം ചെയ്തിരുന്നത് അമ്മയുടെ കുടുംബബന്ധം നോക്കിയാണെന്നും കണ്ടെത്തി. ഇതിൽ നിന്ന് ആ സമൂഹത്തിൽ സ്ത്രീകൾക്കായിരുന്നു പ്രാധാന്യമെന്ന് മനസ്സിലാക്കാം. ഇതിനെ മാട്രിയാർക്കി അഥവാ മാതൃദായകക്രമമെന്ന് പറയും. പുരാതന സമൂഹങ്ങളിൽ പുരുഷന്മാർക്കായിരുന്നു അധികാരം എന്ന പൊതുവായ ധാരണയെ ഈ കണ്ടെത്തൽ ചോദ്യം ചെയ്യുന്നു. ഇത് ആദ്യകാല മനുഷ്യ സമൂഹങ്ങളെക്കുറിച്ച് നമുക്ക് പുതിയ അറിവുകൾ നൽകുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.